ഹലോ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസും ഇടുന്നത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് ദൃശ്യം 3 ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ്, പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പോൾ. അറിയില്ല ദൃശ്യം 3 പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. 2013 ദൃശ്യം എന്നുള്ള ഫസ്റ്റ് പാർട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് 2021 ദൃശ്യം 2 ഇറങ്ങി. ദൃശ്യം 2 മെയിൻലി OTT ആണല്ലോ ഇറങ്ങി, അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം 2026 ദൃശ്യം 3 റിലീസായിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയും, ഇതിൻ്റെ റിലീസ് മാറ്റി വെച്ച കാര്യം അറിയാമല്ലോ. ആദ്യം ഏപ്രിൽ 2 ആയിരുന്നു ഇറക്കേണ്ടി ഇരുന്നത്. അപ്പോൾ അതെന്തോ ഇഷ്യൂസ് കാരണം അന്ന് GCCയിലെ വാർ ഇഷ്യൂസ് കാരണം എന്തായാലും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ലാലേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് 21 റിലീസാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കാണാൻ വന്നിട്ടുണ്ട് ദൃശ്യം 3. നല്ല പ്രതീക്ഷയുണ്ട് സിനിമ. എന്ത് പറയാം, ഒട്ടും അതായത് എനിക്ക് ദൃശ്യം 1 ഉം 2 നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നല്ല പ്രതീക്ഷയുണ്ട് സിനിമ. അപ്പോൾ എന്തായാലും എന്താ പറയുക, കൂടുതൽ നല്ല എക്സൈറ്റഡ് ആണ്. എന്താണ് എന്ത് ട്വിസ്റ്റാണ് ഉള്ളതെന്നുള്ള കാര്യത്തിൽ കാണാൻ നല്ല ആകാംക്ഷയിലാണ് ഞാൻ. അപ്പോൾ എന്ത് പറയാം, കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, എന്തായാലും ടീമിനകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പം എന്തായാലും ഇൻ്റർവെല്ലായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും നല്ല ഹൗസ്ഫുള്ളാണ് ഷോ, അത്ര എനിക്കറിയാം. അത് വേറെ ഒന്നും പറയില്ല. ഹൗസ്ഫുള്ളാണ് ഷോ. ഞാൻ റിവ്യൂ നോക്കുന്നേ ഇല്ല, കാരണം റിവ്യൂ കണ്ടാൽ സ്പോയിലാവും. അതുകൊണ്ട് മെയിൻ റിവ്യൂസ് നോക്കുന്നേ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻ്റർവെല്ലായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ ഗൈസ്, പടം ഫസ്റ്റ് ഹാഫ് കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്ത് പറയാം, ഫസ്റ്റ് ഹാഫ് നമുക്ക് ജിത്തു ജോസഫ് പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലി പടം. അതായത് ഫസ്റ്റ് ഹാഫ് മെയിൻലി നമ്മുടെ ദൃശ്യം 1 എന്താ 2 എന്താ ഒരു ഫസ്റ്റ് ഹാഫിൽ കാണിച്ചെന്താ ഫുൾ ആയിട്ട് ഫാമിലീസ് നടക്കുന്ന കുറച്ച് നല്ല കാര്യങ്ങളും സന്തോഷങ്ങളൊക്കെ അല്ലേ മെയിൻലി ഫസ്റ്റ് ഹാഫ് കാണിച്ചിട്ടുള്ളത്. ഈ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഇൻ്റർവെൽ അടുക്കുമ്പോഴാണ് നല്ലൊരു ഇൻ്റർവെൽ പഞ്ചുള്ളത്. അതായത് ഇൻ്റർവെൽ ബ്ലോക്ക്. അതായത് എനിക്ക് നല്ല രീതിയിൽ ഇൻ്റർവെൽ സംഭവം ഇഷ്ടപ്പെട്ടു. ഒരാൾ വരുന്നുണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കാണുക. ഞാൻ ഒരാളുടെ പേര് ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരാൾ വരുന്നുണ്ട്, അയാൾ വേറെ ലെവലായിരുന്നു. ആ ഇൻ്റർവെൽ സംഭവം അതായിരുന്നു. അതുപോലെ തന്നെ ഇത് നമ്മൾ ദൃശ്യം 1 കണ്ടപോലെ തന്നെയാണ് 2 കണ്ടുപോലെ തന്നെ 3. അതായത് ഫസ്റ്റ് ഹാഫ് ഫുൾ അവരുടെ ഫാമിലീസിൽ കാര്യങ്ങൾ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങളും ഓരോ സന്തോഷങ്ങളും. പിന്നെ ഇതിനകത്ത് മെയിൻലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്ത മോളുടെ വിവാഹം നടക്കുന്ന രീതിയിലൊക്കെ ഫസ്റ്റ് ഹാഫ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് പറയുക, എനിക്ക് പടം ഫസ്റ്റ് ഹാഫ് നല്ല വർക്ക്. അതായത് പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവം വന്നിട്ടുണ്ട്. അതായത് എക്സ്പെക്ട് ചെയ്ത് വന്നതുകൊണ്ടാണോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ജിത്തു ജോസഫ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഒട്ടും പ്രതീക്ഷ വെക്കണ്ട, അങ്ങനെ വന്ന് കണ്ടതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പടം ഫസ്റ്റ് ഹാഫ് കൊള്ളാം. കുറച്ച് ഇവിടെ ലാഗ് ഉണ്ടെന്നല്ലാതെ പടം ഫസ്റ്റ് ഹാഫ് കൊള്ളാം. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഇൻട്രോ വലിയ പെട്ടെന്ന് കാണിച്ചു. അതായത് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ രീതി, വലിയ ഇതറിയാം, ഒരു മാസ് സിനിമ അല്ലല്ലോ. ആദ്യമേ ജിത്തു ജോസഫ് ജോർജ് കുട്ടി എന്നുള്ള കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു നോർമലല്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കൊള്ളാം. അതുപോലെ തന്നെ ഇവിടെ ഓരോ കാലഘട്ടം, ഇപ്പോൾ ദൃശ്യം 1 ഫാമിലി സെക്ടർ എങ്ങനെയായിരുന്നു, 2 എങ്ങനെയായിരുന്നു, 3 എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് മെയിൻലി കഥ പോയിരിക്കുന്നത്. അതായത് ഓരോ ലെവൽ ബൈ ലെവൽ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അവരുടെ ഫാമിലീസ്, വീടിനായാലും എന്തുമായാലും. ഇപ്പോൾ ഫസ്റ്റിലാണെങ്കിൽ സെക്കൻഡിലാണെങ്കിൽ മോഹൻലാൽ പ്രൊഡ്യൂസർ ആവണം, ഡയറക്ടർ ആവണം എന്നുള്ള രീതിയിലൊക്കെയാണ് പോയിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഇയാൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് പറയുന്നില്ല. പടം നിങ്ങൾ കാണാത്ത ഒരാൾക്കാരാണെങ്കിൽ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും എനിക്ക് പടം ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ത്രില്ലടിപ്പിച്ച ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവെൽ സാധനം കൊണ്ടുവന്നിട്ടുള്ളൂ. അതുവരെ ഒരു നോർമൽ രീതിയിലാണ് കഥ പോയിരിക്കുന്നത്. അതിനകത്ത് മെയിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മെയിൻലി ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ സ്പോയിലറായി പോകും. അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അത് സ്പോയിലായി പോകും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഏതായാലും ത്രില്ലടിപ്പിച്ചിരുന്ന് കാണാൻ പറ്റിയ ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലും കുറേ രംഗങ്ങളൊക്കെ നമ്മൾ തന്നെ ത്രില്ലടിച്ച് പോകും. എന്തായാലും ഫസ്റ്റ് ഹാഫ് കൊള്ളാം. ഒരു 10 ഒരു 7 അല്ലെങ്കിൽ 8 കൊടുക്കുക. ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിലുണ്ട്. എന്തായാലും നമുക്ക് ഇനി സെക്കൻഡ് ഹാഫ് കൊണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും ഫസ്റ്റ് ഹാഫ് ഒട്ടും മോശപ്പെടുത്തിയിട്ടില്ല, കൊള്ളാം. പിന്നെ കുറേ ട്വിസ്റ്റൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് ഹാഫ് കൊണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ ദൃശ്യം 1 2 3 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ജോർജ് കുട്ടിയുടെ അവരുടെ ഫാമിലി എങ്ങനെ വളർന്നു വന്നത്, അതായത് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മാറി എന്നുള്ള രീതിയിലേക്ക് കാണിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റിൽ ഈ ജോർജ് കുട്ടി ഉപയോഗിക്കുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ജീപ്പായിരുന്നു. സെക്കൻഡിലാണെങ്കിൽ ഫോർഡ് എക്കോസ്പോർട്ട്, തേർഡിലാണെങ്കിൽ നമ്മുടെ ഒരു MG ഒരു കാറാണ് ഉപയോഗിക്കുന്നത്. അത് ഈ കഥയിൽ ബാധിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്നുമില്ല. അതായത് ജസ്റ്റ് ഇതിനെ അവരുടെ ഫാമിലി ഓരോ വർഷം കഴിയുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഫസ്റ്റിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയോ, സെക്കൻഡിൽ എങ്ങനെയോ, തേർഡിൽ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. തേർഡിലൊക്കെ ആകുമ്പോൾ നല്ല സാമ്പത്തികമായിട്ടൊക്കെ നല്ല രീതിയിൽ ഒരു സിനിമ തിയേറ്ററൊക്കെ തുടങ്ങി നല്ല ഗ്രോത്ത് ഒക്കെ ആയിട്ടുണ്ട്. സെക്കൻഡിലെ സിനിമ തിയേറ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇതിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡെവലപ്പായി. ഇവരുടെ ഫാമിലി എന്ത് സ്റ്റൈലായാലും ലൈഫ് സ്റ്റൈലായാലും നല്ല കുറേ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ. ബാക്കി നോക്കി ഇനി സെക്കൻഡ് ഹാഫ് കൊണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം.
അങ്ങനെ കേസ് പടം സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്ത് പറയാം, സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു സെക്കൻഡ് ഹാഫിലാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത് ലാസ്റ്റിൽ. അതായത് ഫസ്റ്റ് ഹാഫിൽ ഒരു ഇൻട്രോൾ ട്വിസ്റ്റ്, സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് ട്വിസ്റ്റ്. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ത്രില്ലിൻ്റെ പറ്റി ഇരുന്ന് തന്നെ കാണും. എന്താവും ദൈവമേ ജോർജ് പിടിക്കുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ടെൻസ്ഡായിട്ട് ഇരുന്ന് തന്നെ കാണും. പക്ഷേ എനിക്ക് ഈ സിനിമ ദൃശ്യം 3 നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കുഴപ്പം എനിക്ക് നല്ല രീതി ഒട്ടും മോശം പറയാനൊന്നുമില്ല. പക്ഷേ ചിലർക്ക് ചിലപ്പോൾ ദൃശ്യം 2 ആയിരിക്കും ഇഷ്ടപ്പെട്ടത്, ചിലർക്ക് ദൃശ്യം 1 ആയിരിക്കും ഇഷ്ടപ്പെട്ടത്, ചിലർക്ക് ചിലപ്പോൾ ദൃശ്യം 3 ആയിരിക്കും ഇഷ്ടപ്പെട്ടത്. 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1നെ വില ഒന്നും വരില്ല. പക്ഷേ 2ഉം 3യും വെച്ച് ചിലർ കാണുമ്പോൾ ചിലർക്ക് 3 ഇഷ്ടപ്പെടാം, ചിലർക്ക് 2 ഇഷ്ടപ്പെടാം, ചിലർക്ക് 2ൻ്റെ ക്ലൈമാക്സ് ആയിരിക്കും ഇഷ്ടപ്പെട്ടത്, ചിലർക്ക് 3ൻ്റെ ക്ലൈമാക്സ് ആയിരിക്കും ഇഷ്ടപ്പെട്ടത്. 3 കണ്ട ഒരാൾക്ക് 2ൻ്റെ ക്ലൈമാക്സ് ചിലപ്പോൾ ദഹിക്കാൻ സാധ്യത കുറവായിരിക്കും. 2 കണ്ട ക്ലൈമാക്സിൻ്റെ ചിലർക്ക് 3ൻ്റെ ക്ലൈമാക്സ് വരുമ്പോൾ ഇത് അതിൻ്റെ അത്ര വന്നു, ചിലർക്ക് കമ്പാരിസൺ വരും. അത്രേ ഉള്ളൂ. ചിലപ്പോൾ ചിലർക്ക് വരാം, അത് അവരുടെ ഒപ്പീനിയനാണ്. പക്ഷേ എനിക്ക് 1ൻ്റെ ആയാലും 2ൻ്റെ ആയാലും 3ൻ്റെ ആയാലും ക്ലൈമാക്സ് ഒക്കെ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ വിഷമം വരും. അതായത് ജോർജ് കുട്ടി അവരുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നുള്ളൊരു കാര്യം നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു ക്ലൈമാക്സ് ഒരു രംഗമുണ്ട്, അതായത് കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. എനിക്ക് നല്ല രീതിയിൽ വിഷമമായ നല്ല രീതിയിൽ ഇമോഷണലി അത് കണക്ട് ചെയ്യും നമുക്കത്. അപ്പോൾ എന്ത് പറയാം, എനിക്ക് നല്ല രീതിയിൽ പടം ഇഷ്ടപ്പെട്ടു. ടോട്ടൽ 2 മണിക്കൂർ 40 മിനിറ്റ് ലെങ്ത്ത് വരുന്ന 2 മണിക്കൂർ 40 മിനിറ്റ് ഒട്ടും ബോറടിക്കാതെ നന്നായിട്ടിരുന്ന് കാണാൻ പറ്റും. ജോർജ് കുട്ടി നല്ല രീതിയിൽ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ പാർട്ടിലും അവരെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കവും അവരുടെ മുഖവും എല്ലാം ആ ജോർജിയുടെ മുഖത്തിലെ ഒരു എക്സ്പ്രഷനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പടം വന്നിട്ടുണ്ട്. എന്ത് പറയാം, മൊത്തത്തിൽ പറഞ്ഞ പടം അടിപൊളി. ഒന്നും പറയില്ല, നിങ്ങളെല്ലാം ടിക്കറ്റ് എടുത്ത് കണ്ടോ, ഒട്ടും ഡിസപ്പോയിൻറ്റിങ് ആവില്ല. എല്ലാവരും ടിക്കറ്റ് എടുത്ത് കണ്ടോ. നല്ല രീതിയിൽ ദൃശ്യം 1ഉം 2 ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെടാതായിട്ട് ആരും കാണില്ല. എന്തായാലും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണും. ആ ഒരു എക്സ്പീരിയൻസ് വേറെ ലെവൽ തന്നെയായിരുന്നു. എന്ത് പറയാം, നമുക്ക് പടം കണ്ടു കഴിയുമ്പോൾ കുറേ വിഷമമാകും കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പടം വിഷമമായി. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ജോർജ് കുട്ടി അവരുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റവും പോകുന്നുള്ളൊരു കാര്യം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നമ്മുടെ സ്ഥിരം ആശീർവാദ സിനിമ കാണുന്ന പോലെ ആൻ്റണി പെരുമ്പാവൂർ ഇതിനകത്തൊരു ക്യാമിയോ ചെയ്തിട്ടുണ്ട്. അറിയാലോ, ദൃശ്യം 1ലും 2ലും ഒക്കെ ഉണ്ടല്ലോ ഒരു പോലീസുകാരനായിട്ട്. അതുപോലെ ഇതിനകത്തുണ്ട് ആസ് യൂഷ്വൽ എന്ന് പറയുന്ന പോലെ. ഏതൊരു ആശീർവാദ സിനിമ എടുത്താലും അത് ഈ ആൻ്റണി പെരുമ്പാവൂരിനകത്ത് കാണാം. അത് സിനിമയ്ക്ക് 2 മിനിറ്റേ ഉള്ളൂ. അതായത് വളരെ ഈ സിനിമയെ ബാധിക്കുന്ന ഒരു കാര്യമേ ഇല്ല. പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാം, മസ്റ്റ് വാച്ച്. എനിക്ക് നല്ല രീതിയിൽ പടം ഇഷ്ടപ്പെട്ടു. ഒരു ക്ലൈമാക്സിലെ കുറേ ട്വിസ്റ്റുകളുണ്ട്. അതായത് ഇതിനകത്ത് കുറേ ട്വിസ്റ്റുകളുണ്ട്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, മെയിൻലി നമ്മുടെ ദൃശ്യം 2ലാണെങ്കിൽ ഒരു 2-3 ട്വിസ്റ്റേ കാണുള്ളായിരുന്നു. 2 ട്വിസ്റ്റ് മിനിമം. മറ്റേ വരുണിൻ്റെ ബോൺ എല്ലാം കണ്ടക്ട് ചെയ്ത DNA ടെസ്റ്റ് വഴി അത് 1-1.5 ടെസ്റ്റ്. അതിനെക്കാട്ടി 2-3 അധികം ട്വിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. ട്വിസ്റ്റ് കൂടിപ്പോയത് എനിക്ക് ഡൗട്ട് തോന്നി. എനിക്ക് അങ്ങനെ തോന്നി, ട്വിസ്റ്റ് കൂടിപ്പോയോ എന്ന് തോന്നി. അതിന് മാത്രം ട്വിസ്റ്റുകളാണ് സെക്കൻഡ് ഹാഫിൽ. നമുക്ക് ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ ട്വിസ്റ്റാണ്. അതായത് അത്രയും ട്വിസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നല്ല ട്വിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. ഈ പറഞ്ഞ ട്വിസ്റ്റുകളിൽ ഒരെണ്ണമാണ് നമുക്ക് നല്ല രീതിയിൽ വിഷമം വരുത്തുന്നത്. അപ്പോൾ എന്ത് പറയാം, നിങ്ങൾ ഉടനെ തന്നെ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടോ, ഒട്ടും ഡിസപ്പോയിൻറ്റിങ് ആവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. ഞാൻ കൂടുതലൊന്നും പറഞ്ഞാൽ ഇനി സ്പോയിലറായി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. അതായത് ഒരു ത്രില്ലർ പടം, പക്കാ ത്രില്ലർ പടം. 1ഉം 2ഉം പോലെ തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു പക്കാ ത്രില്ലർ പടം. എനിക്ക് സെക്കൻഡിനേക്കാൾ എനിക്ക് തോന്നുന്നു തേർഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നത്. അതായത് എനിക്ക് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ എനിക്ക് തേർഡാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. പിന്നെ എല്ലാ സിനിമയിലെയും പോലെ ഈ സിനിമയ്ക്ക് ഒരു ദൃശ്യം 4 ഉണ്ട്. അതെന്താ ഈ സിനിമയുടെ അവസാനം ചെയ്യുന്നതിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ടേലൻറ്റിൽ ഇവിടെ കാണിക്കുന്നത് ഒരു ദൃശ്യം 4ഉം കൂടി ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു സംഭാഷണത്തിൽ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്നാണോ എന്തോ. എന്തായാലും ഈ സിനിമ ഹിറ്റാവുന്ന 100% ഉറപ്പായി. മിനിമം ഒരു 200-250 കോടിയെങ്കിലും മിനിമം ഈ സിനിമ സ്കോർ ചെയ്യും. അപ്പോൾ എന്ത് പറയാം, അടുത്ത പാർട്ട് എത്രയും പെട്ടെന്ന് എടുക്കട്ടെ. ഇനിയും കാത്തിരിക്കാൻ വയ്യ. ഇനി ഒരു 5 വർഷം കാത്തിരിക്കാൻ വയ്യ. എന്തായാലും ജിത്തു ജോസഫിനെ സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അതായത് എന്ത് പറയാം, ഓരോ പാർട്ടിലും ദൃശ്യത്തിൻ്റെ ഓരോ പാർട്ടിലും ജിത്തു ജോസഫ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി അടുത്ത പാർട്ടിൽ ഇനി വമ്പൻ ഞെട്ടിക്കലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത പാർട്ടിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്ര തന്നെ. എന്തായാലും മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു വമ്പൻ ഗിഫ്റ്റ് തന്നെയാണ് ജിത്തു ജോസഫ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പേട്രിയോട്ടിൻ്റെ ക്ഷീണം ഇതിൽ നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട്. അതായത് പേട്രിയോട്ട് കണ്ട് ക്ഷീണിച്ചിരുന്നപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കിട്ടിയ ഒരു ഫീലായിരുന്നു ദൃശ്യം 3 എന്നുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത പാർട്ടിനായിട്ട് വെയിറ്റിംഗ് ആണ്. പാർട്ട് 4 ഉണ്ടെങ്കിൽ, ദൃശ്യം 4 ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ഡിലേ ആക്കില്ല. അത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ. പിന്നെ ഗൈസ് ഒന്നും കൂടെ പറയുന്നു, ചിലപ്പോൾ കമ്പാരിസൺ വരും. പിന്നെ ദൃശ്യം 2ഉം 3 ആയിട്ട് ചിലപ്പോൾ കമ്പാരിസൺ വരും. 1നെ വല്ല ഒന്നും വരില്ല. 2ഉം 3 ഇനി ഏത് ദൃശ്യം 10 ഇറങ്ങിയാൽ പോലും 1നെ വല്ല ഒന്നും വരില്ല. പക്ഷേ ഈ ചിലവർക്ക് 3ഉം 2ഉം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലർക്ക് 2 ആയിരിക്കും ഇഷ്ടപ്പെട്ടത്, ചിലർക്ക് 3 ആയിരിക്കും ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് മൊത്തത്തിൽ സിനിമ. ചിലവർക്ക് ചിലപ്പോൾ 2ഉം 3 ആയിട്ട് കമ്പാരിസൺ വരും. പക്ഷേ എനിക്ക് 3 ആണ് കുറച്ചും കൂടി, 3ൻ്റെ ക്ലൈമാക്സ് ആണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ബേസിക്കലി 3 ആണ് കുറച്ചും കൂടി ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടത്. 2ൻ്റെ ക്ലൈമാക്സ് തൊട്ട് ഞാൻ മോശം എന്നല്ല പറഞ്ഞത്. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ 2 ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടെ ഒരു പിടി ഇഷ്ടപ്പെട്ടു 3 ആണെന്നേ ഉള്ളൂ. 2ഉം അതിഗംഭീരം ക്ലൈമാക്സ് തന്നെ ആയിരുന്നു എന്തായാലും.